നടക്കത്തില്ല എന്ന് പറഞ്ഞവരുണ്ട്. അയ്യോ ഉറപ്പായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കും, താമര വെള്ള പേപ്പറിൽ എഴുതി തരാ, നീ ഒപ്പിട്ട് വെച്ചോ, നടക്കത്തില്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അതെ, അതെന്താ? അപ്പൊ അതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തു. കാരണം നമ്മൾ തമ്മിലൊരു ഇതുമില്ല. പുള്ളിക്കാരി എല്ലായിടത്തും പറയാം ഒരു മാച്ചും ഇല്ല. എന്റെ ഫേവറേറ്റ് കളറോ അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് ഫുഡോ അല്ലെങ്കിൽ എന്റെ സിനിമയുടെ ജോണേഴ്സോ അതൊന്നും പുള്ളിക്കാരി ഞാനായിട്ട് ഒരു മാച്ചും ഇല്ല. ഡ്രസ് പോലും ഒരു ബന്ധമില്ലാത്ത ഞങ്ങൾ എന്നും അങ്ങനെയാ. ഞങ്ങൾ പ്ലാൻ ചെയ്യണ്ട ചില സമയത്ത് നമുക്ക് ഒരേ കളർ ഇടണം, പക്ഷെ ഞങ്ങൾ ഭയങ്കര മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതാ. അപ്പൊ പുറത്തേക്ക് നോക്കുമ്പോ ഒരാൾക്ക് അല്ല, എന്നാലും പിന്നീട് അങ്ങനെ ഒട്ടും ശരിയാവൂല, നടക്കൂല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളുടെ മുന്നിൽ ഇത് നടത്തി കാണിച്ചു കൊടുത്തു. സുഹൃത്തുക്കളൊന്നും എൻഗേജ്മെന്റ് വന്നിട്ട് പോലും. അതാണ് ഏറ്റവും വലിയ വിളിച്ചിട്ട് പോലും വന്നിട്ടില്ലാത്ത. ഞങ്ങൾ ചുമ്മാ പറഞ്ഞു. പക്ഷെ പിന്നെ ഞങ്ങള് അവരെ തെളിയിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പ്രേമിച്ചിട്ടില്ല. ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും തോന്നുന്നു. എന്റെ ദൈവം, എനിക്ക് ഈ ശ്രീവിദ്യനെ അറിയത്തില്ല. ഈ ശ്രീവിദ്യ വേറെ പോലെ. ഞാൻ ഭയങ്കര ഇതായിട്ട് സംസാരിക്കാൻ വിചാരിച്ചില്ല, എന്റെ സൗണ്ട് അല്ല, എനിക്ക് വേറെ ആരോടോ സംസാരിക്കുന്ന പോലെ. ഇല്ല, ഞാൻ ഇവൻ സംസാരിക്കണം, ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട്. ശ്രീവിദ്യ വല്ലാതെ റൊമാൻറ്റിക് ആവുന്നുണ്ട് കേട്ടോ. അല്ല, അങ്ങനെ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോ അങ്ങനെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി ഞാൻ വെറുതെ ക്ലീശ ചോദ്യം, ഇനി സിനിമയിൽ നിന്നൊക്കെ മാറി നിൽക്കാം, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കാം, അങ്ങനെ അയ്യോ നീയല്ല, നീ മാറിക്കണ്ടോ? ഞാൻ കേറി തുടങ്ങണേ. അവൻ സിനിമ ചെയ്യണേൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു എന്താണ് മനസ്സില് ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു ഭാര്യയല്ല. ജോലിക്ക് പോണം, നന്നായിട്ട് ജോലി ചെയ്യണം. അല്ല, തിരിച്ച് ഇങ്ങനെ ഇനിയിപ്പോ ഞാൻ കുറച്ച് വീട്ടിലിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്താഗതികളുണ്ടോ? ചിന്തയില്ല. ഞങ്ങളുടെ വലിയ ആഗ്രഹം തന്നെ, ഞങ്ങള് എന്താ പറയാ, അത്യാഗ്രഹമാണോ എന്തോന്ന് പറയുന്നത്, ഞങ്ങളുടെ വലിയ ആഗ്രഹം ഞങ്ങൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുക. ഞങ്ങൾക്ക് സിനിമയായിട്ട് ജീവിക്കുക. ഞങ്ങളുടെ ആകെപ്പാടുള്ള ഒരു കണക്ടിങ് ഫാക്ടർ അതാണ്. ഞാൻ പറഞ്ഞു, സിനിമ എന്നുള്ള ഒറ്റ കണക്ടിങ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഞാനും പുള്ളിക്കാരി നേരത്തെ പറയല്ലേ, പുള്ളിക്കാരി വണ്ടി ഇഷ്ടം, എനിക്ക് വണ്ടിയൊന്നുമില്ല. എനിക്കൊരു ഏത് വണ്ടി, അതെ 6-7 വർഷമായിട്ട് ഞാൻ ഒരു വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പോകാനും വരാനൊരു ഒരു യന്ത്രം എന്നുള്ളൊരു സാധനം മാത്രം. പുള്ളിക്കാരി ആകെപ്പാടുള്ള കണക്ഷൻ ഈ സിനിമ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു. അങ്ങനെയാണ് ജീവിതം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ശ്രീവിദ്യ പഠിക്കണം എന്ന് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തിരിച്ച് അങ്ങോട്ട് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കാം. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റാ പഠിച്ചത്. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിലൊന്നും ആണോ? ഹോട്ടൽ മാനേജ്മെന്റിൽ പഠിച്ചത് ഇതാണ്. ഫോക്കസ് ചെയ്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ബേസ് ആയിട്ട് നമുക്ക് പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് ഓക്കെ, ഭയങ്കര പാഷനേറ്റ്, ഭയങ്കര ഇഷ്ടമാണ്. എളുപ്പമില്ലേ കാര്യങ്ങളൊക്കെ? ഞാൻ ആദ്യമൊക്കെ വീടാനുള്ള റീസൺ അന്ന് ഒരുപാട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്.